ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഷോയ്ക്ക് പോകുന്നത്. അതും നമ്മുടെ സ്വന്തം ലാലേട്ടനെ കാണാൻ. കിലുക്കം 25 ന്യൂജേഴ്സിയിലെ ഷോ. തിരിതെളിക്കാൻ എത്തിയതോ നമ്മുടെ സ്വന്തം മുണ്ടയ്ക്കൽ ശേഖരൻ നെപ്പോളിയൻ. അവതാരകയായിട്ട് എത്തിയേക്കുന്നത് നമ്മുടെ അപർണ മൾബറി. അടിപൊളിയായിരുന്നു ഇവരുടെ അവതരണമൊക്കെ കാണാൻ കേട്ടോ. ബിഗ് ബോസ് താരം രമ്യയുടെ ഒരു ഡാൻസ് പ്രോഗ്രാം, അതും നല്ലതായിരുന്നു. എല്ലാം കണ്ടുകൊണ്ടിരുന്നിട്ട് ലാലേട്ടനെ കാണുന്നില്ലെന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പം വരും എന്ന് കാത്തിരുന്നപ്പോൾ അടുത്തതായി എത്തിയതോ നമ്മുടെ സ്വന്തം സ്റ്റീഫൻ ദേവസി. അടിപൊളി ഇൻട്രോ ആയിരുന്നു. ഞങ്ങളെല്ലാവരും സ്റ്റേജിലേക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പുള്ളി വന്നതോ ബാക്ക് സൈഡിൽ നിന്ന്. പിന്നെ എല്ലാവരും പെട്ടെന്ന് തിരിഞ്ഞ് പുറകിലോട്ട് നോക്കി. അടിപൊളി. പിന്നെ ഒരു 5-6 മിനിറ്റ് സ്റ്റേജിൽ നല്ല വമ്പൻ ഷോ തന്നെയായിരുന്നു. അടുത്തതായി വന്നത് നമ്മുടെ ഗായിക ജോത്സ്ന. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ജോത്സ്നയുടെ 1-2 നല്ല അടിപൊളി പാട്ടുകളായിരുന്നു അതിലെല്ലാം പാടിയത്. പാട്ട് കഴിഞ്ഞതും അടുത്തതായി വന്നതോ മനോജ് കെ ജയൻ്റെ പാട്ടും അടിപൊളി. ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത് ലാലേട്ടൻ വരുമോ ഇല്ലയോ എന്നുള്ള വിഷമത്തിലായിരുന്നു ഞങ്ങൾ. അടുത്തത് ലാലേട്ടൻ്റെ എൻട്രിക്ക് മുന്നായിട്ട് ലാലേട്ടൻ്റെ തന്നെ ഒരു തകർപ്പൻ പാട്ട്, രോമാഞ്ചം എന്നൊക്കെ പറഞ്ഞ അടിപൊളിയായിരുന്നു. കാണികളെയെല്ലാം നല്ല മുൾമുനയിൽ നിർത്തിക്കുന്ന എൻട്രി ആയിരുന്നു ലാലേട്ടൻ്റെ. ഇപ്പം വരും എന്നുള്ള ആകാംക്ഷയോടാണ് അവിടെ ഇരുന്ന എല്ലാ മനുഷ്യരും ഇത് കണ്ടുകൊണ്ടിരുന്നത്. അതാണെന്താ നമ്മൾ കാത്തിരുന്ന ലാലേട്ടൻ്റെ എൻട്രി. ജീവിതത്തിൽ ആദ്യമായിട്ട് ലാലേട്ടനെ നമ്മൾ ഇത്ര അടുത്ത് കാണുന്നത്. എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. അടിപൊളി. പാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ നോബിയുടെ അഖിലിൻ്റെ വക ചെറിയൊരു സ്കിറ്റിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. വീണ്ടും ലാലേട്ടൻ്റെ മനോജ് കെ ജയൻ്റെ ഒരു പാട്ടും രമ്യയുടെ ഡാൻസൊക്കെ
പിന്നെ നിർഭാഗ്യവശാൽ എനിക്കത് മുഴുവൻ പ്രോഗ്രാമും കാണാൻ പറ്റിയില്ല. പക്ഷേ ലാലേട്ടൻ്റെ ഇൻട്രോയും ലാലേട്ടനെ ഇത്ര അടുത്തും കാണാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നത്. ബാക്കി പ്രോഗ്രാം എല്ലാം അടിപൊളിയായിരുന്നെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ശരി, ബായ്.